5 വർഷത്തിനൊന്നും കൂട്ടില്ല, നിങ്ങളൊക്കെ നമുക്കെല്ലാം ശരിയാക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം ശരിയാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ തന്നെ ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ പല പല രീതികളും ഈ ലൈസൻസുള്ള വ്യാപാരികളെ ഗവൺമെൻറ് ചൂഷണം ചെയ്യുകയാണ്. എല്ലാവർക്കും മരുന്ന് വേണ്ടി വരും, മരുന്ന് ചികിത്സ, പ്രായമായവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതിൽക്കൂടെ കറണ്ട് ബില്ലും കൂടിയാൽ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിലിപ്പോൾ 2500 2700 ഒക്കെ ഇനിയിപ്പോൾ എത്ര ആവുമെന്ന് അറിയില്ല. സംസ്ഥാന ഗവൺമെൻറ്റിനെ യോജിക്കാത്ത കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും പൊറുക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല എനിക്ക് പറയാനുള്ളത്. ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജന ജീവിതം വലിയ ദുരന്തത്തിലേക്ക് കടക്കുകയാണ്. കാരണം അവശ്യ സാധനങ്ങളുടെ വിലവർധനവ് സംഭവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നിലവിൽ കറണ്ട് ബില്ലിന്റെ വലിയ വർധനവ് സംഭവിച്ചിരിക്കുന്നു. യൂണിറ്റിന് 16 പൈസ എന്ന നിരക്കിൽ വർധനവ് സംഭവിച്ചിരിക്കുന്നു. സാധാരണക്കാരന്റെ ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നിരന്തരമായിട്ടുള്ള വിലക്കയറ്റം വലിയൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുത ബില്ലിന്റെ വിലവർധനവും വ്യാപാരി സമൂഹത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാം. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കച്ചവട മേഖല വളരെയേറെ പ്രയാസത്തിലാണ്. അതിൻ്റെ കൂടെ കറണ്ടിൻ്റെ ചാർജ് വർധന കൂടി ആവുമ്പോൾ താങ്ങാവുന്നതിലും അപ്പുറത്താണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത കോലാണ്. ഇവരിങ്ങനെ എപ്പോഴെപ്പോഴും കൂട്ടും ചെയ്താൽ നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കിപ്പോൾ ആകെ എത്ര കിട്ടുക, രാവിലെ 5 മണിക്ക് വരും, രാത്രി 9 മണിക്ക് പോകുന്നൊരു തുച്ഛമായ ശമ്പളം കിട്ടണം ഞങ്ങൾക്ക്. അതിലിങ്ങനത്തെ വർധനവുണ്ടായാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതം തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. കറണ്ട് ബില്ല് യൂണിറ്റ് വില വർധന എന്ന് പറഞ്ഞാൽ ഇതിലെ കച്ചവടക്കാരെയും സാധാരണ ജനങ്ങളെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. കച്ചവടം വളരെ കമ്മിയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച് ഞങ്ങളെ വ്യാപാരികളെയും ജോലിക്കാരെയും വളരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതി. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇടിവെട്ടി തന്നെ പാമ്പ് കടിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ്. സാധാരണക്കാരെ അത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വളരെ മോശമായി പോയി എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾ തന്നെ ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ പല പല രീതികളും ഈ ലൈസൻസുള്ള വ്യാപാരികളെ ഗവൺമെൻറ് ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. കറണ്ട് ബില്ല് ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് ആക്കി തരിക. അത് വർധന ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചെങ്കിൽ അതിൻ്റെ നിയമപാലകരെല്ലാം കൂട്ടി തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ വ്യാപാരികളൊക്കെ ഒന്ന് ഒഴിവാക്കി തരിക. ഞാനൊക്കെ ഒരു പെൻഷനറാണ്. ഇപ്പോൾ ഒരുപാട് കാലമായി പൈസ കുടിശ്ശിക കിട്ടാനുള്ളതൊന്നും കിട്ടുന്നില്ല. സംഖ്യ തന്നെ കൂടിപ്പോൾ ഒരു കൂലിപ്പണിക്കാരന് തന്നെ അയാൾക്ക് ഓരോ ദിവസവും കൂലി 1000 തന്നെ 1000 2000 അത് നമ്മൾ കൊടുക്കണം. ഇതിപ്പോൾ കിട്ടുന്ന പൈസ തന്നെ കിട്ടാനുള്ള ഒരുപാട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവർക്കും മരുന്ന് വേണ്ടി വരും, മരുന്ന് ചികിത്സ, പ്രായമായവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതിൽക്കൂടെ കറണ്ട് ബില്ലും കൂടിയാൽ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിലിപ്പോൾ 2500 2700 ഒക്കെ ഇനിയിപ്പോൾ എത്ര ആവുമെന്ന് അറിയില്ല. ബുദ്ധിമുട്ടാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 3/4 ഭാഗം പാവപ്പെട്ട ജനങ്ങളുണ്ട്, എന്നാൽ പൈസക്കാരുണ്ട്. പക്ഷെ എന്നാലും ഇത് 2 കൂട്ടരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും നമ്മൾ അനുവദീയമല്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ചാർജ് കൂട്ടുക, പിന്നെ ചാർജ് കുറയ്ക്കുക എന്ന് പറയുക, പിന്നെ അടുത്ത വലിയൊരു കണക്കാക്കുക എന്ന് പറയുക. അങ്ങനെ ചാർജ് ഇടയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊരിക്കലും നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ യോജിക്കാത്ത കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും പൊറുക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരനെ കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മൾ വീട്ടിൽ ചിലവിനിങ്ങനെ സാധാരണ എടുത്തു വെക്കുന്നതല്ലേ. ഒരു കാര്യത്തിന് എടുത്തു വെച്ചാൽ ആ കാര്യം അവതാളത്തിലാവുകയാണേ. അതല്ലേ ഇപ്പോൾ വരാൻ പോണത്. ഇപ്പോൾ സാധാരണ നമ്മളൊരു 100 രൂപ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 80 രൂപ ഇതിലേക്ക് പോവില്ലേ. ഇങ്ങനെ മറ്റുള്ളവർ കാണിക്കുന്നത് നമ്മൾ സഹിക്കും. പൊതുജനങ്ങളുടെ പ്രതികരണമെല്ലാം വളരെ വൈകാരികമാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വലിയ പെടാപ്പാടിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റിന് 16 പൈസ എന്ന നിരക്കിൽ വിലവർധനവ് സംഭവിച്ചിരിക്കുന്നു. ജനജീവിതത്തെ വീണ്ടും വലിയ രീതിയിൽ ബാധിക്കുകയാണ്. അധികാരികൾ കണ്ണു തുറക്കേണ്ടതുണ്ട്, കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരന്റെ ജീവിതം വീണ്ടും ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നാളുകളിൽ മറ്റൊരു ജനകീയ വിഷയവുമായി ചാനൽ 10 ജനങ്ങളുമായി വീണ്ടും സംവദിക്കും. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.